ഹലോ വെൽക്കം ബാക്ക് ടു അബിജോ. അപ്പോൾ ഞങ്ങളുടെ ഊട്ടി വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഗ്രീൻ കാസിൽ നിന്ന് വെക്കേറ്റ് ചെയ്തതിന് ശേഷം നേരെ വന്നേക്കുന്നത് ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേറെ ഡെസ്റ്റിനേഷൻ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഈ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനും കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതാ ഞങ്ങൾ കാലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ റീസെൻ്റായിട്ട് 2 തവണ ഊട്ടിയിൽ വന്നപ്പോഴും ബൊട്ടാനിക്കൽ ഗാർഡൻ ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേ അവിടെ ദൂരത്ത് കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഗ്ലാസ് ഹൗസ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു തവണ കൊറോണ കാരണം ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു. വേറൊരു തവണയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി, അപ്പോഴത്തേക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ നല്ല രസമാണ് കേട്ടോ. പുറത്ത് നല്ല വെയിലാണെങ്കിലും ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ നമുക്ക് വെയിലൊന്നും അങ്ങനെ എഫക്റ്റ് ചെയ്യത്തേയില്ല. ഈ ഒരു പരവതാനി പോലെ ഇവിടെയൊക്കെ എന്താ പറയുക, നമുക്ക് നടന്നും ഇരുന്നൊക്കെ ടൈം കളഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു മടുപ്പും തോന്നാറില്ല കേട്ടോ. നമ്മളിനി ഇവിടുന്ന് ആദ്യം കാണാൻ പോകുന്നത് ഇവിടുത്തെ ഗ്ലാസ് ഹൗസാണ്. അതിൻ്റെ അടുത്തെത്തിയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്ന് യാതൊരു പ്രതീക്ഷയില്ല. ഇത് പുറത്ത് കണ്ടില്ലേ, ഇതൊക്കെ ഫ്ലവർ ഷോന് വേണ്ടിയിട്ട് ഇവർ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന കുറേ പൂക്കളൊക്കെ ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലാകുമ്പോൾ ഇത്രയും ഡാർക്ക് കളേഴ്സിലും ഇത്രയധികം പൂക്കളൊന്നും കാണാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങൾ വന്നത് ഫെബ്രുവരിയിലാണല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അവിടുത്തെ ഫ്ലവർ ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നിറയെ പൂക്കളായിരിക്കും. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചകളാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ആസ്വദിച്ചിട്ട് വരാം. ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചിട്ട് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതാ മമ്മിയുടെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ പപ്പ. ഈ ഒരു പുല്ലൊക്കെ നല്ല ഷേപ്പിൽ അടിപൊളിയായിട്ട് ഇവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഓരോ തവണ വരുമ്പോഴും ഓരോ രീതിയിലാവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ എന്താണെന്നറിയോ, ഞങ്ങൾ ആദ്യമായിട്ട് ഊട്ടിയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു 2nd സ്റ്റാൻഡേർഡ് അപ്പോഴൊക്കെയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഈ പുല്ലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഓരോ മൃഗങ്ങളുടെ ഷേപ്പിലായിരുന്നു കേട്ടോ. അതിലും മുയലും ആന, അതൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു മെമ്മറിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളിത് നടന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നിറയെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നടന്നാലും നമുക്ക് തീരാറില്ല. അത്ര ഏരിയയിലാണല്ലോ ഇത് കിടക്കുന്നത്. ദേ അവിടെ ദൂരത്തായിട്ട് ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ, അത് കയറിയിട്ട് ഇനി മുകളിലേക്ക് കയറണം കേട്ടോ. അവിടെ ഒരു കനാലും പിന്നെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഊട്ടിയിൽ വന്നിട്ട് ആ ഒരു ഭാഗം ഞങ്ങൾ കവർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ബൊട്ടാനിക്കൽ ഗാർഡനിൽ വന്നിട്ട് മൊത്തത്തിൽ നടക്കുന്നല്ലാതെ ഈ ഒരു ഏരിയയിൽ വരുന്നത് വളരെ കുറവായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പോലും ഇവിടെ വന്നതായിട്ട് ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നിറയെ ഈ ഒരു ആമ്പലൊക്കെ ഉണ്ടാവാറില്ല,
അതുപോലത്തെ പായലാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫ്ലവേഴ്സൊന്നും ഇല്ല. മിക്കവാറും ഫ്ലവർ ഷോ ഒക്കെ ആവുന്ന സമയത്തായിരിക്കും ഇവിടെയൊക്കെ നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മാത്രമേ സ്റ്റെപ്പൊക്കെ കയറി കണ്ടുള്ളൂ കേട്ടോ. കാരണം പപ്പയ്ക്കും മമ്മിക്കും സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങൾ രണ്ടുപേരും പോയി അതൊക്കെ കണ്ട്. ദേ ഇവിടെ കണ്ടില്ലേ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മരങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിതാ പതുക്കെ ഈ ഒരു സൈഡൊക്കെ കവർ ചെയ്തിട്ട് താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യ സമയമൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടക്കുമ്പോൾ എല്ലാതും വീഡിയോ എടുക്കുന്നില്ല എന്നേലൂ, കാരണം കുറച്ചൊക്കെ ഞങ്ങൾ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമല്ലോ. വീഡിയോ എടുക്കാൻ നിന്നാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഈ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല മെറൂൺ കളറും വേറെ ഓരോ കളേഴ്സിലുള്ള ചെടികളൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരുപാട് സ്കൂൾ കുട്ടികളാണ് കേട്ടോ ഇവിടെ വന്നേക്കുന്നത്. ഞങ്ങൾ തിരിച്ചു പോകാറാകുമ്പോഴത്തേക്കും അത്യാവശ്യം റഷായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒരു വലിയൊരു മരം കണ്ടില്ലേ, അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്തതാണ് കേട്ടോ. ഫുള്ള് ശാഖകളായിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഈ ഒരു മരം കാണാനായിട്ട്. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാനിൽ വേറെ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. പതുക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിറയെ ഷോപ്പിംഗ് സ്ഥലങ്ങളാണ് കേട്ടോ. നിങ്ങൾക്കറിയാം ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഏരിയാസ് ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളും നോക്കിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഐറ്റം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഊട്ടിയിൽ നമ്മൾ സാധാരണ കാണാറുള്ള ആ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടല്ലോ, എപ്പോൾ വന്നാലും ഞങ്ങൾ വാങ്ങാറുണ്ട്. നല്ല രസമല്ലേ അത് കാണാൻ. കുറേ നാൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതാ ഒത്തിരി ഫ്രൂട്ട്സാണ് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ്. അപ്പോൾ അതും ഞങ്ങൾ അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് തിബറ്റിയൻ മാർക്കറ്റൊക്കെ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ തിബറ്റിയൻ മാർക്കറ്റിൽ ഇറങ്ങി നമ്മൾ ഓവർകോട്ടൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇറങ്ങുക കേട്ടോ, തണുപ്പായതുകൊണ്ട് തന്നെ. പിന്നെ ഇത്തവണ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടുന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി. ഇത് ഈ കാണുന്ന സ്ട്രീറ്റൊക്കെ തന്നെ ഷോപ്പിങ്ങിനുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഊട്ടിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ വണ്ടി തന്നെയാണ് ഞങ്ങളുടെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോയേക്കുന്നത് കേട്ടോ. ഇവിടെ ഇതാ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതിലും ഞങ്ങളുടെ ട്രെയിൻ 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം ഉള്ളത് കണ്ണിൽ പെട്ടത് കേട്ടോ. ഇതിൽ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഊട്ടിയിലെ ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഹിസ്റ്ററി മുഴുവനുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ഈ ഒരു മ്യൂസിയത്തിലുള്ളത് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഫോട്ടോസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളുണ്ടല്ലോ അതൊക്കെ കണ്ട് വായിച്ച് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അത് ഇതുവരെയും എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു മ്യൂസിയം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം. അപ്പോൾ ഞങ്ങളിതാ ഇതിലത്തെ ഓരോന്നും പതുക്കെ വായിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, പഴയ കാലത്തെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് എനിക്ക് കാണാനുള്ളത് നമുക്ക്.
ഈ ഒരു സ്പോട്ട് ഊട്ടിയിൽ വന്ന ഏതൊരാൾക്കാരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്കും അതിങ്ങനെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത്തവണ ഊട്ടിയുടെ അടുത്ത് വിട പറയാനുള്ള സമയമായിട്ടുണ്ട്. ട്രെയിൻ കയറി ഇനിയിപ്പം മേട്ടുപ്പാളയത്ത് നമ്മൾ വൈകുന്നേരം കൊണ്ടെത്തും. അവിടുന്ന് നമ്മൾ കാറെടുത്ത് നേരെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഊട്ടി യാത്ര നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അബീജോ signing off.